തിരിച്ചറിയാം മാനസിക രോഗത്തെ. മാനസികമായി ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് പുതിയ തലമുറ. ജോലിയിലും പഠനത്തിലും വീട്ടുകാര്യത്തിലുമെല്ലാം തികയാത്ത സമയവും മത്സരബുദ്ധിയും പലരെയും സമ്മർദ്ദത്തിലാക്കും. യഥാർത്ഥമോ സാങ്കല്പികമോ ആയ ഭീഷണികളോടുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും പ്രതികരണങ്ങളെയാണ് മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ലോക ജനസംഖ്യയിൽ 45 കോടിയോളം ജനങ്ങൾ മാനസികാരോഗ്യം മൂലം കഷ്ടത അനുഭവിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 2020 ആകുമ്പോഴേക്കും വിഷാദരോഗം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അസുഖമായി പരിണമിക്കും. ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഒരു പക്ഷേ ടെൻഷനോടും സമ്മർദ്ദത്തോടും കൂടിയായിരിക്കും. ചെയ്യാനുള്ള കാര്യത്തെപ്പറ്റിയും ചെയ്തു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുമെല്ലാം ആലോചിച്ച് ടെൻഷനാണ്. എന്നാൽ ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അന്ന് നമുക്ക് വല്ലാത്തൊരു ഉന്മേഷവും സന്തോഷവും തോന്നും. അത് ചിലപ്പോൾ ആ ദിവസത്തിന്റെ പ്രത്യേകതയായിരിക്കും. എന്നാൽ ഒരു ദിവസം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് നമ്മെ സ്വാധീനിക്കാൻ കഴിയുന്നതിനേക്കാൾ ഏറെ മറ്റുള്ളവർക്കാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളുകളുടെ കൂടെ പരമാവധി സമയം ചിലവഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യേണ്ടത് നമ്മളെക്കാൾ പ്രശ്നവും സമ്മർദ്ദവും അനുഭവിക്കുന്ന ഒരാളുമായിട്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ പ്രശ്നം ഒന്നുമല്ലെന്ന് തോന്നൂ. അതുപോലെ തന്നെ മാനസികമായി വിഷമം തോന്നുന്ന അവസ്ഥയിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്നും എഴുന്നേറ്റ് മറ്റൊരിടത്തേക്ക് ചെല്ലുന്നതാണ് നല്ലത്. കാരണം ആ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വരുന്നത് മനസ്സിനെ കുറച്ചുകൂടി തണുപ്പിക്കും. അതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ പാട്ട് കേൾക്കുകയോ ചെയ്യുക. അതിനൊന്നും സാധിച്ചില്ലെങ്കിൽ കുറച്ചു സമയം കണ്ണടച്ചിരുന്നാൽ തന്നെ മനസ്സിന് ഏറെ ആശ്വാസം ലഭിക്കും. സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നതും സമ്മർദ്ദത്തെ ഒരു പരിധി വരെ ഇല്ലാതാക്കും. മാനസിക സമ്മർദ്ദത്തിന്റെ കാരണങ്ങളെ ഒരാളുടെ വ്യക്തിത്വത്തിലെ പോരായ്മകളെന്നും പുറം ലോകത്തു നിന്നുള്ള പ്രശ്നങ്ങളെന്നും രണ്ടായി തിരിക്കാം. മനസ്സിനെയോ ശരീരത്തെയോ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളുടെ 80% പിന്നിൽ മാനസിക സമ്മർദ്ദത്തിന് അതിയായ പങ്കുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഓരോ വ്യക്തികളുടെ മാനസിക നിലയിൽ വരുന്ന വ്യതിയാനത്തെ കണക്കിലെടുത്താണ് സമ്മർദ്ദത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും ഏറ്റക്കുറച്ചിലുകൾ വരുത്തുക. തിരക്ക് പിടിച്ച ജീവിതചര്യകൾ, അമിതമായ ജോലിഭാരം, ബന്ധങ്ങളിലെ ഉലച്ചിൽ, ഉറക്കമില്ലായ്മ, അസുഖങ്ങൾ, അമിത ബ്ലഡ് പ്രഷർ ഇവയെല്ലാം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കാണ് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുക. ഇത് മനസ്സിനെ മാത്രമല്ല ശരീരത്തിന്റെ പ്രവർത്തനത്തെയും ബാധിക്കും. കടുത്ത തലവേദന, മൗനം, നെഞ്ചുവേദന, ക്ഷീണം മാനസിക സമ്മർദ്ദത്തിന്റെ പ്രതിഫലനങ്ങളാണ്. ധ്യാനം, യോഗ, മെഡിറ്റേഷൻ എന്നിവ മാനസിക സമ്മർദ്ദം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഉറക്കക്കുറവ്, അതിയായ ക്ഷീണം, തലവേദന, വിവിധ ഇൻഫെക്ഷനുകൾ, ദഹനക്കേട്, അമിതമായ വിയർപ്പ്, തലകറക്കം, വിറയൽ, ശ്വാസതടസ്സം, നെഞ്ചിടിപ്പ്, വിശപ്പിലുണ്ടാകുന്ന വ്യതിയാനം, നഖം കടിക്കൽ തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങളാകാം. അതുപോലെ ശ്രദ്ധക്കുറവ്, അമിതമായ മറവി, ചിന്താക്കുഴപ്പം, വിട്ടുമാറാത്ത നിരാശ, അക്ഷമ, കരച്ചിൽ, മുൻകോപം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദത്തിന്റെ സൂചനകളാകാം. മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ആ കാരണങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇങ്ങനെ 2 രീതികളാണ് മാനസിക സമ്മർദ്ദത്തെ നേരിടാൻ ഉപയോഗിക്കാവുന്നത്. ചികിത്സാ രീതികളിൽ വരുത്താവുന്ന മാറ്റങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളല്ല, മറിച്ച് അവയ്ക്ക് നാം കൊടുക്കുന്ന അനാവശ്യ വ്യാഖ്യാനങ്ങളാണ് പലപ്പോഴും മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നത്. മാത്രമല്ല, മാനസിക സമ്മർദ്ദമുള്ളപ്പോൾ നാം ചുറ്റുപാടുകളിലെ അപകടങ്ങളെ പൊലിപ്പിച്ചു കാണുകയും നമുക്കുള്ള കഴിവുകളെ വിലമതിക്കാതിരിക്കുകയും ചെയ്തേക്കാം. ഇത് മാനസിക സമ്മർദ്ദം കൂടുതൽ വഷളാകാൻ മാത്രമേ സഹായിക്കൂ. സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന സാഹചര്യത്തെ ഒരു പുതിയ വീക്ഷണകോണിൽ നിന്ന് നോക്കി കാണാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ കൺമുന്നിലുള്ള ഭീകരമെന്ന് തോന്നുന്ന ഒരു പ്രശ്നം കുറച്ചു മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷമുള്ള നമ്മുടെ ജീവിതത്തെ ബാധിക്കാനേ പോകുന്നില്ല എന്ന തിരിച്ചറിവ് ആ പ്രശ്നത്തെക്കുറിച്ചോർത്ത് അമിതമായി വിഷമിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിച്ചേക്കും. ഈ വിധികൾ പ്രയോഗിച്ചിട്ടും മാനസിക സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല എങ്കിൽ വിദഗ്ധോപദേശം തേടേണ്ടത് അത്യാവശ്യമാണ്.